ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പ്രസിഡന്റ് സ്വാഗതം ആശംസിച്ച നമ്മുടെ രജനി നമ്പർ, നമ്മുടെ രാമചന്ദ്രൻ നമ്പർ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികൾ. ശലഭ പാർക്ക് എന്ന് പറയുന്ന ഒരു പദ്ധതി വളരെ വിഭിന്നമായ ഒരു നല്ലൊരു ആശയത്തോടു കൂടി പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. മാത്രമല്ല ഏകദേശം നമുക്ക് ശലഭങ്ങളെ ആകർഷിക്കുക എന്നൊരു ഉദ്ദേശം ഏറ്റവും നമ്മുടെ ഒരു പ്രാഥമികമായിട്ട് നമുക്ക് കണ്ണിനാൽ കാണാൻ പറ്റുന്ന നയനവിസ്മരമായ ഒരു കാഴ്ച കാണുന്നതിന് എന്നതിനുപരി ഈ ഒരു ഇത്തരം നല്ല രീതിയിൽ ശലഭങ്ങളെ ആകർഷിച്ചു വരുമ്പോൾ ഏറ്റവും നന്നായിട്ട് നടക്കുന്ന പരാഗണം വളരെ ഭംഗിയായി നടക്കും. നമ്മൾ പോലും അറിയാതെ കുറേ ജീവികളുടെ ആവാസ വ്യവസ്ഥ നമ്മൾ പുഷ്ടിപ്പെടുത്തുന്നു. അതിലുപരി നമുക്ക് ഇത്തരത്തിലുള്ള ചെടികൾ കാണുമ്പോൾ നമ്മൾ പറയാറുള്ളത് പോലെ ഷഡ്പദങ്ങളായിട്ടുള്ള നമ്മുടെ ഇടപെടലുകൾ കൊണ്ട്, മാനുഷിക ഇടപെടലുകൾ കൊണ്ട് നശിച്ചുപോയ ഒരുപാട് ഇൻസെക്റ്റുകളും ഒരുപാട് ജീവജാലങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുടെ ചെറുപ്പത്തിൽ കണ്ട പല ജീവികളെയും ഇപ്പൊ കാണുന്നുണ്ടാവില്ല, ഇൻസെക്റ്റുകളെയോ അല്ലെങ്കിൽ പ്രാണികളെ കാണുന്നുണ്ടാവില്ല. അത് നമ്മുടെ ചില ഇടപെടലുകൾ കൊണ്ട് നശിച്ചു പോയവയാണ്. അവയൊക്കെ തിരിച്ചു കൊണ്ടുവരാനും വളരെ ഭംഗിയായ രീതിയിൽ കാണുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ശലഭ പാർക്കുകൾ നമ്മൾ ചെയ്യുന്നത്. ഏകദേശം 350ഓളം ശലഭങ്ങളെ ആകർഷിക്കുന്ന രീതിയിലുള്ള, പലതരം ശലഭങ്ങളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ചെടികളാണ് നമ്മളിവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. സർവീസ് സെന്റർ വഴി നമ്മൾ ഈ തൈകൾ ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പരിപാലന രീതി എന്ന് പറയുന്നത് ഏകദേശം 3 വർഷം കൊണ്ടാണ് ഈ ശലഭ പാർക്ക് പൂർണ്ണതയിലേക്ക് എത്തുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അത്രയും നാളുകൊണ്ട് ഇത് വളർന്ന് ഇവിടെ തിരഞ്ഞെടുക്കുന്ന ചെടികളുടെ പേരുകളൊക്കെ നോക്കിയാൽ അറിയാം. അവ 1 വർഷം കൊണ്ട് ഫ്ലവർ തന്നു പോകുന്നതുണ്ട്, 2 വർഷം കൊണ്ട് ഫ്ലവർ തന്നു പോകുന്നുണ്ട്, ദീർഘകാലങ്ങളായിട്ട് നിൽക്കുന്ന മരച്ചെടികൾ പോലെയുള്ള കണിക്കൊന്ന വരെ നമ്മളിവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം ചെടികൾ തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം സ്ഥായിയായിട്ട് ഈ പാർക്ക് നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ചെടികളെല്ലാം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിന്റെ എല്ലാ സാങ്കേതിക സഹായം നമുക്ക് ലഭിക്കുന്നത് KFRI പീച്ചിയിലുള്ള, തൃശ്ശൂർ പീച്ചിയിലുള്ള KFRIയുടെ റിസർച്ച് സ്റ്റേഷനിൽ നിന്നാണ്. ഇതിന്റെ ടെക്നിക്കൽ സപ്പോർട്ട് തരുന്നത് മുഴുവനും നമ്മൾ ഇതിവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതേ ഉള്ളൂ. അവരെ ശരിക്കും നമ്മുടെ പ്ലോട്ടുകളെല്ലാം വിസിറ്റ് ചെയ്യാൻ വരുന്നത്. ഇതെല്ലാം നമ്മുടെ വിസിറ്റ് ചെയ്യാനും എല്ലാ സാങ്കേതികമായ സഹായങ്ങൾക്കും ചെയ്യും. ഇനി നമ്മളിവിടെ ഇതിന് കൂടെ തന്നെ വേറൊന്ന് ചെയ്യാനുള്ളത്, ശലഭങ്ങൾ നമ്മളെ ആകർഷിക്കപ്പെട്ട് ഇവിടെ വരുമ്പോൾ ഇതിന് വെള്ളവും ഭക്ഷണവും കുറച്ചൊക്കെ വേണം. അപ്പം അതിന് ഈ വെള്ളം എന്ന് പറയുന്നത് ഏറ്റവും വലുതായിട്ടൊരു കാര്യമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് ചേട്ടൻ പറഞ്ഞിരുന്നു തോന്നുന്നു ഇവിടെ ഒരു താമരക്കുളം ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അപ്പം ചെളി കലർന്ന, അതായത് പടിൽഡ് ആയിട്ടുള്ള മണ്ണ്, ചെളി കലർന്ന ഒരു മണ്ണിലാണ് ഇതിന് വെള്ളം അബ്സോർബ് ചെയ്യാൻ, വെള്ളം കുടിക്കാനും ഒക്കെ സാധിക്കുന്നത്. സാധാരണ ഡയറക്റ്റ് വെള്ളം കുടിക്കാൻ നമ്മുടെ ബട്ടർഫ്ലൈസിന് സാധിക്കില്ല. അപ്പൊ അത്തരത്തിലൊരു സംവിധാനവും കൂടി നമ്മളിവിടെ ഒരുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നീട് ഇതിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് നന്നായി പഴുത്ത വാഴപ്പഴം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പാർക്കിനോടനുബന്ധിച്ച് മറ്റ് ചെടികളും ഒക്കെ വരുന്ന കൂടെ ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിനോടനുബന്ധിച്ച് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തുതന്നെയാണെങ്കിലും എനിക്ക് വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഇത്തരം ഒരു പ്രോജക്റ്റ്, ഒരു നൂതനമായ പ്രോജക്റ്റ് ഇവിടെ ഏറ്റെടുത്ത് നടത്താൻ സാധിച്ചതിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്കിവിടെ ഭയങ്കര സന്തോഷമുണ്ട്. അതിന് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. എല്ലാവരും നമ്മളോട് അതിനനുസരിച്ച് സഹായിച്ചു നിൽക്കുന്നുണ്ട്. ഈവൻ മെമ്പർ മുതൽ എല്ലാവരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ വാർഡ് കൺവീനറെ ആദ്യം മുതലേ കാണുന്ന അദ്ദേഹത്തെയാണ്. അദ്ദേഹത്തിന് വേണ്ടി എല്ലാത്തിനും ഓടി നടന്ന് എല്ലാം ചെയ്യുന്നു, എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്നു, എല്ലാം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു പദ്ധതിയായിട്ട് ഇത് നയന മനോഹരമായ ബട്ടർഫ്ലൈസിനെ കാണുന്നത് പോലെയുള്ള ഒരു നല്ലൊരു ഭംഗിയുള്ള പദ്ധതിയായിട്ട് വരട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു.